ഹലോ വെൽക്കം ടു ലേണിനോ. ഐ ആം മിത്ന മുരളി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4th ആൻഡ് 5th മൊഡ്യൂൾ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ റിവിഷനാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൊഡ്യൂളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 4th, 5th മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4th മൊഡ്യൂളിലാണ്. ഡ്രോ ദ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല ഫോർ ദ മീസോ ഫോം ഓഫ് ദ ഫോളോയിങ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു സോഹോഴ്സ് സ്ട്രക്ചർ ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, അതിലെ കമ്പോണൻറ്റ് തന്നിട്ടുണ്ട് C6H5 CHCl CHCl C6H5. ഓക്കെ, അതിൽ ഫസ്റ്റ് ഫിഷർ ഫോമുലയാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ ഫിഷർ ഫോമുല എന്താ, മീസോ ഫോം എന്താ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഷർ ഫോമുലയിലുള്ള ഒരു മെത്തേഡിലാണ് ഫസ്റ്റ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം രണ്ട് CH6ഉം സെയിം സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലും H ഇങ്ങനെ വരുന്ന Cl. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ ഫിഷർ വരയ്ക്കാം. അതായത് 3D ഫോമിന് 2D ഫോമിൽ വരയ്ക്കുന്നതാണ് എന്ത്, ഫിഷർ പ്രൊജക്ഷൻ. അതിന് വേറെ രീതിയിൽ ഇതും രണ്ടും ശരിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ ഓർ ഇട്ടിട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇതിൻ്റെ തന്നെ സോഹോഴ്സിലേക്ക് നമ്മളെടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഹോഴ്സിൽ വരയ്ക്കുമ്പോൾ രണ്ട് രീതിയിൽ വരയ്ക്കാം. അതായത് ഫസ്റ്റ് രണ്ടും, അതായത് നമ്മുടെ ഈ പ്രയോറിറ്റി കൂടുതലുള്ളത് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ C6H5H രണ്ടും അപ്വേർഡ്, Cl അഗെയിൻ അതുപോലെ തന്നെ. ഓർ എന്തായിരിക്കും, അതിനൊന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ 3Dയിൽ ആലോചിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് C6H6Hഉം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ്. ഓക്കെ, അതാണ് ഈ സെക്കൻഡ് ഫിഗർ. ഓക്കെ, അതിലേതെങ്കിലും ഒരു ഫിഗർ വരച്ചാൽ മതി. രണ്ട് പോസിബിലിറ്റി ഞാൻ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ CH3 CHOH CHOH HO. Draw the Fisher projection of the formula for all the isomers which among the are optically active. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര അസൈമെട്രിക് കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. അത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ 2n ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എത്ര ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ എത്ര വരയ്ക്കണം, ഇപ്പോൾ പോസിബിൾ ഐസോമേഴ്സ് ഉണ്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ 4 ഐസോമേഴ്സ് ഉണ്ട്, നമ്മൾ 4ഉം വരച്ചു. അതിലെല്ലാം ഒപ്റ്റിക്കലി എന്താണ്, ആക്റ്റീവാണ്. കാരണം എന്താ, നമ്മളൊരു മിറർ ഇമേജ് എടുക്കുമ്പോൾ രണ്ടും എന്താണ്, സിമെട്രിക്കാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, 4ഉം ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിന്തസിസ് ഓഫ് പോളിപൈറോൾ. ഇതൊരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. പോളിപൈറോൾ ഈസ് എ synthesized by the oxidative polymerization of pyrrole. For polymerization of pyrrole, water is the ideal solvent and ferric chloride is the best oxidizing agent and doping agent. The reaction of pyrrole with aqueous ferric chloride is very fast and product is a black powder. അതായത് ആ ഒരു ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ പൈറോളിന് ഫെറിക് ക്ലോറൈഡുമായിട്ട് ചെയ്യുന്നൊരു ഒരു ഫോമുലയാണ്, റിയാക്ഷനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമുക്ക് പോളിപൈറോളും കിട്ടും, പിന്നെ എന്ത് കിട്ടും, FeCl2ഉം HClഉം കിട്ടും ബൈ പ്രൊഡക്റ്റായിട്ട്. ഓക്കെ, ആ ബ്ലാക്ക് പൗഡറാണ് എന്ത്, പോളിപൈറോൾ എന്നുള്ള ഇത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പോളിപൈറോൾ ഉണ്ടാക്കുന്നത്, സിന്തസൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു 3 മാർക്സ് ക്വസ്റ്റിന് ഇത്രയും മതി. വാട്ട് ആർ OLEDs? ഗീവ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഓക്കെ, OLED എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ആൻ OLED ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് മെയ്ഡ് ബൈ പ്ലേസിങ് എ സീരീസ് ഓഫ് ഓർഗാനിക് തിൻ ഫിലിംസ് ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ്. അതായത് നമ്മുടെ LED എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആ ലൈറ്റ് എമിറ്റിംഗ് എന്തായിരിക്കും, ഓർഗാനിക് ആയിരിക്കും എന്നുള്ളത് മാത്രം. When electrical current is applied, a bright light is emitted. OLED consists of a emissive electroluminescent layer which is made up of a thin film of organic molecule which emit light in response to electric current. OLED is a form of LED which made from conducting polymer. It is a semi-conducting device having 100 to 500 nanometer thickness. Okay,
അതായത് നമ്മുടെ LED പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ആ ലൈറ്റ് എമിറ്റിംഗ് ചെയ്യുന്ന ആ സർഫസ് എന്തായിരിക്കും, ഓർഗാനിക് മോളിക്യൂളിൻ്റെ ഒരു തിൻ ഫിലിം കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മുടെ LED ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടക്റ്റിംഗ് പോളിമറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതവിടെ എമിഷന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സെമി കണ്ടക്റ്റിംഗ് ഡിവൈസാണ്. ഈ OLEDക്ക് 5 പാർട്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ആണ്. ഓക്കെ, സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മേഡപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വിച്ച് സപ്പോർട്ട് ദ OLED. നമ്മുടെ OLEDനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണതാണ് എന്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആനോഡാണ്. ഇറ്റ് റിമൂവ്സ് ഇലക്ട്രോൺ ഓർ ഫോം ഹോൾ വെൻ കറണ്ട് passing through it. Usually used anode is ITO, indium tin oxide. അതായത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആനോഡാണ്. ആനോഡ് എന്ന് പറയുന്നത് ആനോഡ് എന്താ ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യും അല്ലെങ്കിൽ ഹോൾസിനെ ഫോം ചെയ്യും കറണ്ട് പാസ് ചെയ്യുമ്പോൾ. മെയിൻലി യൂസ് ചെയ്യുന്ന ആനോഡാണ് ഇൻഡിയം ടിൻ ഓക്സൈഡ്. നെക്സ്റ്റ് പാർട്ട്, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് ലെയർ ആണ്. ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്നും കൂടെയുള്ള പേരുണ്ട്, HTL. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് കണ്ടക്റ്റിംഗ് പോളിമർ ലൈക്ക് പോളിപൈറോൾ, polyaniline that transport hole from anode. ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് എമിസീവ് ലെയർ ആണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ETL. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾ ഓർ പോളിമർ ദാറ്റ് ട്രാൻസ്പോർട്ട് ഇലക്ട്രോഡ് ഫ്രം കാഥോഡ്, ഡിഫറെൻറ്റ് one from conducting layer. Light is produced here. Example, polyfluorone. അതായത് എമിസീവ് ലെയറിലാണ് ലൈറ്റ് ഫോം ചെയ്യുന്നത്, അവിടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് പാർട്ടാണ് കാഥോഡ്. ഇറ്റ് ഇൻജെക്ട് ഇലക്ട്രോൺ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഡിവൈസ്. എക്സാമ്പിൾ സിൽവറാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി എൻ്റെ വർക്കിംഗ് പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സബ്സ്ട്രേറ്റ് ലെയർ ഓൺ ദ ഔട്ട്സൈഡ്. എമിസീവ് ആൻഡ് കണ്ടക്റ്റീവ് ലെയർ ലൈസ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡിനും കാഥോഡിൻ്റെ ഇടയ്ക്കാണ് ഈ എമിസീവ് ലെയറും കണ്ടക്റ്റീവ് ലെയറും ഉള്ളത്. When a current is applied across the OLED, electron move from cathode to anode. അതായത് കാഥോഡ് നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ എമിസീവ് ലെയർ കൂടെയും കണ്ടക്റ്റീവ് ലെയറിലൂടെയൊക്കെ നമ്മുടെ ഈ കറണ്ട് പാസ് ചെയ്യും. The cathode give electron to the emissive layer and anode withdraw electron from the conductive layer. അതായത് കാഥോഡ് എന്താ ചെയ്യുന്നത്, ഇലക്ട്രോൺ ഇൻജെക്റ്റ് ചെയ്യണം എങ്ങോട്ട്, എമിസീവ് ലെയറിലേക്ക്. എമിസീവ് ലെയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ആനോഡ് എന്താ ചെയ്യുന്നത്, ഇലക്ട്രോണെ വിഡ്രോ ചെയ്യാണ് എവിടെ നിന്ന്, ഫ്രം കണ്ടക്റ്റീവ് ലെയർ. ദ എമിസീവ് ലെയർ ബിക്കം റിച്ച് ഇൻ നെഗറ്റീവ് എനർജി വൈൽ കണ്ടക്റ്റീവ് ലെയർ ബിക്കം പോസിറ്റീവ്. കണ്ടക്റ്റീവ് ലെയറിൽ ഹോൾസ് ആണ് ഫോം ചെയ്യുന്നത്, എമിസീവ് ലെയറിൽ ഇലക്ട്രോൺസ് ആണ് കൂടുന്നത്. അതുകൊണ്ടാണ് ആ ചാർജ് അങ്ങനെ വരുന്നത്. എമിസീവ് ലെയറിൽ നെഗറ്റീവ് ചാർജും കണ്ടക്റ്റീവ് ലെയറിൽ പോസിറ്റീവ് ചാർജും. ദീസ് ടു ചാർജസ് recombine in emissive layer, creating a drop in energy level of electron. The drop in energy level result in radiation of the visible spectrum and hence light emit. അങ്ങനെ ആ ഒരു എനർജി ഡ്രോപ്പ് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പാർട്ടും ഇവിടെ ഉണ്ട്. സബ്സ്ട്രേറ്റ് ഉണ്ട്, ആനോഡ് ഉണ്ട്, കണ്ടക്റ്റീവ് ലെയർ ഉണ്ട്, എമിസീവ് ലെയർ ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഈ 5 പാർട്സാണ് OLED പാർട്സ്. ഓക്കെ, next question, what is meant by structural isomerism? What are the different types of structural isomerism in organic molecules? Explain with examples. Okay, അപ്പോൾ എന്താണ് structural isomerism നോക്കാം. Structural isomers are those isomers in which atoms are completely arranged in a different order with the same molecular formula. These are molecules having same kind of molecular formula with different connection depending upon the order of they are putting together. അതായത് സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റംസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എല്ലാത്തിൻ്റെയും മോളിക്കുലർ ഫോമുല എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനത്തെ കേസിലാണ് എന്ത് പറയുന്നത്, സ്ട്രക്ചറൽ ഐസോമർ. ഓക്കെ, അതിൻ്റെ ടൈപ്പ് നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചെയിൻ ഐസോമേഴ്സ് ആണ്. Compound have same molecular formula but different in the order in which carbon atoms are bonded together. ഇതിലെല്ലാം ഉള്ളത് C4H10 ആണല്ലേ, C4H10 ആണ് ഈ രണ്ടിലുള്ളത്. പക്ഷേ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബോണ്ടിങ്ങിലെ ഡിഫറൻസ് കാരണം ഇത് ഐസോബ്യൂട്ടൈനും ഇത് N-ബ്യൂട്ടൈനും ആയി. ഓക്കെ, രണ്ടും എന്താണ്, C4H10 തന്നെയാണ്, പക്ഷേ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ഡിഫറൻസ് ആണ് അതിനെ ചേഞ്ച്.
നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പൊസിഷണൽ ഐസോമർ ആണ്. ഇറ്റ് ഹാവ് സെയിം മോളിക്കുലർ നമ്പർ. ഓക്കെ, അത് സ്ട്രക്ചറൽ ഐസോമറിൻ്റെ ഒരു പാർട്ട് ആയതുകൊണ്ട് സെയിം മോളിക്കുലർ ഫോമിലായിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് ഇൻ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര പെൻറ്റെയിൻ ആണല്ലേ. പെൻറ്റെയിൻ ആയതുകൊണ്ട് തന്നെ പെൻറ്റെയിനെ തന്നെ ഈ ഒരു സി എടുത്ത് നമ്മൾ ബോണ്ടിങ് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയപ്പോൾ ഫങ്ഷണൽ ആറ്റത്തിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വന്നപ്പോൾ തന്നെ എന്ത് പറ്റി, അത് 2-methyl ബ്യൂട്ടൈനായി. പെൻറ്റെയിൻ തന്നെ, പക്ഷേ കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് C5H12 തന്നെയാണ് രണ്ട് രീതിയിലും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഐസോമർ ആണ്. ദേ ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഹാവ് ഡിഫറെൻറ്റ് നേച്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതായത് എത്തനോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ തന്നെയാണ്, അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ രണ്ടും എന്താണ്, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്, നേച്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ അതാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് C2H5OH ആണ്. ഇതും എന്താണ്, C2H5OH തന്നെയാണ് അല്ലേ. സെയിം ആണ്, രണ്ടിനും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ നെയിം ഡിഫറെൻറ്റ്, ഡൈമീഥൈൽ ഈത്തറായി. നെക്സ്റ്റ് വൺ മെറ്റാമെറിസം ആണ്. This is a type of isomerism due to unequal distribution of carbon atom on either side of functional group. Such compounds are members of homologous series. Okay, ഇതിലും ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, കാർബൺ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലും ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, ഇതിൽ ഈഥൈൽ ഈത്തറും ഇതിൽ മീഥൈൽ പ്രൊപ്പൈൽ ഈത്തറുമാണ്. ഓക്കെ, ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് O ആണ്, അതിൻ്റെ രണ്ട് സൈഡിലെയും അറേഞ്ച്മെൻറ്റ് അൺഈക്വൽ ആണല്ലേ. സോ അതാണ് മെറ്റാമെറിസം. ഓട്ടോമെറിസം എന്ന് പറയുന്നത്, ദിസ് ഐസോമെറിസം ഈസ് ഡിഫൈൻഡ് ആസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ടു ഐസോമേഴ്സ് വിച്ച് ആർ റാപ്പിഡ്ലി ഇൻ്റർ കൺവേർട്ടബിൾ ഇൻ വൺ അനദർ. അതായത് വൺ ഐസോമർ ഈസ് എനോൾ ഫോം ആൻഡ് അതർ ഈസ് കീറ്റോ ഫോം. അതായത് ഒന്നിനെ മറ്റൊന്നായിട്ട് നമുക്ക് ഇൻ്റർ കൺവേർട്ടബിൾ ആക്കാൻ പറ്റുന്ന ഓട്ടോമെറിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ കീറ്റോ ഫോം ആണ് മോർ സ്റ്റേബിൾ. ഓക്കെ, ഇത് കീറ്റോ ഫോം ആണ്, ഇത് ഈനോൾ ഫോം ആണ്. ഓക്കെ, കീറ്റോൾ ഫോം ആണ് 99.9% സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത്രയാണ് ഐസോമേഴ്സിൻ്റെ, സെക്ഷൽ ഐസോമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, 5 ടൈപ്സ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ, നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. Which buffer is used in EDTA method? What is its role in titration? ഇത് 3 mark question ആണ്. അപ്പോൾ എന്താണ് EDTA മെത്തേഡ് അല്ലെങ്കിൽ EDTAക്ക് യൂസ് ചെയ്യുന്ന ബഫർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. EBT is the indicator used in the determination of hardness. EDTA എന്ന് പറഞ്ഞാൽ ഈഥൈൽ ഡയമൈൻ ടെട്രാ അസിറ്റിക് ആസിഡ്. ഓക്കെ, അതാണ് EDTA. is used to determine the hardness of water with the help of complexometric titration. അതിന് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് EBT. ഓക്കെ, ഇറോക്രോമോ ബ്ലാക്ക് ടീ. ഓക്കെ, അതാണ് ഇൻഡിക്കേറ്റർ. EBT റോൾ ഇൻ ടൈട്രേഷൻ എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം. When EBT indicator is added to the hard water sample, it forms a wine red color unstable complex at pH equal to 10 with calcium 2+ and magnesium 2+ ion. When this solution is titrated against EDTA solution, the color of the complex changes from wine red to deep blue, which indicate the end point. അതായത് നമ്മുടെ EBT ആണ് എന്ത്, നമ്മുടെ ഇൻഡിക്കേറ്റർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ EBTയെ നമ്മൾ ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഹാർഡ് വാട്ടറിലേക്ക് EBT ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈൻ റെഡ് കളറാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതോടെ അൺസ്റ്റേബിളാണ്. നമ്മൾ അതിലേക്ക് EDTA സൊല്യൂഷൻ ടൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ EBT ഇൻഡിക്കേറ്റർ ടൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈൻ റെഡ് എന്നുള്ളത് എന്താ, ഒരു ഡീപ്പ് ബ്ലൂ കളറായിട്ട് ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആകുമ്പോൾ ആ ഇതിനെയാണ് നമ്മൾ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടൈട്രേഷനൊക്കെ +2 ചെയ്തിട്ടുള്ളതാണ് അല്ലേ, ആ ഒരു കളർ ചേഞ്ച്.
സോ അങ്ങനെ ചേഞ്ച് വരുമ്പോൾ അതൊരു എൻഡ് പോയിൻ്റ് ഇൻഡിക്കേഷനാണ്. അവിടെ വെച്ച് നമുക്ക് ടൈട്രേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വാല്യൂസ് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ് ഓൾമോസ്റ്റ് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ. Break point of chlorination is defined as the chlorination of water to such degree that living organisms as well as other organic impurities in water are eliminated. It involves the addition of sufficient chlorine dosage to oxidize organic matter, reducing substance and free ammonia in raw water, leaving behind only free chlorine with disinfecting action against pathogenic bacteria. This phenomena is known as free radical chlorination. അതായത് നമ്മൾ ക്ലോറിനേഷൻ എന്തിനാണ് ചെയ്യുന്ന വെള്ളത്തിന്? അതിലുള്ള ഇമ്പ്യൂരിറ്റീസും ലിവിങ് ഓർഗാനിസം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കളഞ്ഞിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്കൊരു ഫ്രീ റെസിഡൽ പാത്തോജൻസ്, ഈ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയത്തിനെയൊക്കെ എന്താ ഡിസിൻഫെക്ഷൻ ചെയ്യും ഇത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രേക്ക് പോയിൻ്റ്, ക്ലോറിൻ്റെ ബ്രേക്ക് പോയിൻറ്റിൻ്റെ ഒരു ഗ്രാഫാണിത്. ഫസ്റ്റ് നമ്മൾ എത്ര ക്ലോറിനാണോ ആവശ്യം അത് ആഡ് ചെയ്തു. ഓക്കെ, കമ്പൈൻഡ് റെസിഡ്യൽ ഉണ്ടായി. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് ക്ലോറോ അമൈൻസ്. ഓക്കെ, ഇത് ഓരോ സ്റ്റെപ്സാണ്. ഈ ബ്രേക്ക് പോയിൻ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ റെസിഡുവൽസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു ബ്രേക്ക് പോയിൻ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നശിച്ച് ആ വാട്ടർ പ്യൂരിഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ അത്രയും ടൈം വരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലോറിനേഷൻ നടത്തിയാൽ മതി. ഓക്കെ, ആ സമയം അപ്പോൾ നമ്മുടെ ഈ വാട്ടർ ഈ ഓക്സിഡൈസിങ് എന്തായിരിക്കും? ഫ്രീ അമോണിയ ആയിരിക്കും, അതൊന്ന് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ട്രിക്ലിംഗ് ഫിൽറ്റർ ആൻഡ് UASB പ്രോസസ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ട്രിക്ലിംഗ് ഫിൽറ്റർ are named as secondary aerobic treatment process. It consists of a rectangular or circular tank of depth 2 meter. The tank is filled with crushed rock or large anthracite coal or graded clinkers. Sewage is sprinkled over this bed by means of a slow rotating manner. അതായത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഒരു റെക്റ്റാങ്കുലർ ടാങ്ക് എടുത്തിട്ട് അതിൻ്റെ റൊട്ടേറ്റിംഗ് ആം, ഈ ഒരു സാധനം കണ്ട് ഈ മുകളിലുള്ള അതാണ് റൊട്ടേറ്റിംഗ് ആം സ്പെയറിങ് ദ സീവേജ്. ഓക്കെ, അതിലേക്ക് നമ്മൾ ഈ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഈ ക്രഷ്ഡ് റോക്കോ അതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ സീവേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോക്സിലെ ഈ ക്രഷ്ഡ് റോക്സിലെ ഗ്രേഡഡ് ക്ലിങ്കേഴ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അത് വന്നിട്ട് അതെന്തായിരിക്കും? ക്ലീനായിട്ട് കിട്ടും. ഓക്കെ, ഇതൊരു സെക്കൻഡറി എയറോബിക് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഔട്ടിലൂടെ ഫിൽട്ടർ ആയിട്ടുള്ള ഇത് കിട്ടും. ഓക്കെ, വാട്ടർ കിട്ടും. Sewage is introduced to the top of filter by means of a rotating distributor. When it moves down, the microorganisms present in the sewage grow on the surface of the filtering media. These bacteria use organic material of the sewage as food and facilitate aerobic oxidation, that is oxidation in the presence of air, for organic matter present in the sewage. This treatment sewage is taken to the settling tank and sludge formed is removed. As process goes on, more and less clear effluent is collected. This removes about 80 to 50% of BOD. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് അവിടെ പറഞ്ഞത്. മുകളിലൂടെ സീവേജ് ഇടണം, ആ റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടറിലൂടെ സീവേജ് ഇടുന്നു. ആ ക്രഷ്ഡ് റോക്സിൽ ആ സീവേജ് എല്ലാം സ്റ്റക്കായിട്ട് എന്താവും? നമുക്ക് ആ വാട്ടർ മാത്രം പ്യൂരിഫൈ ചെയ്ത് നമുക്ക് ആ ഔട്ട്ലെറ്റിലൂടെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് നമ്മളടുത്ത് UASB പ്രോസസ്സ് ഡിസ്കസ് ചെയ്യുക. അപ്ഫ്ലോ എയറോബിക് സ്ലഡ്ജ് ബെഡ്, ആ മെത്തേഡ്. ഇറ്റ് ഈസ് എ സെക്കൻഡറി അനഎറോബിക് ഓക്സിഡേഷൻ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ബേസ്ഡ് ഓൺ ദ സെറ്റിൽമെൻറ്റ് എബിലിറ്റി ഓഫ് മൈക്രോബൽ ഫ്ലോക്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെക്ടാംഗുലർ ടാങ്ക് വിത്ത് proper inlet and outlet for feeding and collecting the effluent. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അതായത് ഇൻലെറ്റ് ഇവിടെ താഴെയാണ്. ഓക്കെ, അപ്ഫ്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്ഫ്ലോ ആയതുകൊണ്ട് നമ്മൾ താഴെ നിന്നാണ് നമ്മുടെ സീവേജ് കൊടുക്കുന്നത്. അത് ഈ സ്ലഡ്ജ് ഗ്രാനുവൽസിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? പ്യൂരിഫൈ ചെയ്ത്
വേണ്ടാത്ത ഈ ഓർഗാനിക് ഇതിനെല്ലാം ബയോഗ്യാസ് ആയിട്ട് എടുക്കും. പ്യൂരിഫൈ ചെയ്ത വാട്ടർ നമ്മൾ ഔട്ട്ലെറ്റ് ആയിട്ട് എടുക്കും. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. In this process, the sewage water is flowed from bottom of reactor so that it moves upward through a sludge blanket. The sludge blanket is made up of biological bacteria. Bacteria living in the sludge break down the organic matter by anaerobic digestion process, producing biogas. The gases are set free and collected in the gas collector. The other particles will rise up. നമ്മൾ പറഞ്ഞ തന്നെ ഈ ബാക്ടീരിയ ഉള്ള സ്ലഡ്ജിലുള്ള ബാക്ടീരിയ എന്ത് ചെയ്യും, അത് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തോളും. മറ്റേതിലൂടെ നമുക്ക് ക്ലീനായ വാട്ടർ എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പ്രൊസീജിയർ ഓഫ് ദ ഡിറ്റർമിനേഷൻ ഓഫ് DO ഇൻ വാട്ടർ. അതായത് വിംഗ്ലേഴ്സ് ടൈട്രേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ മൊഡ്യൂളിലുള്ള പോർഷൻ തന്നെയാണ്. അപ്പോൾ വിംഗ്ലേഴ്സ് ടൈട്രേഷൻ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള ആ പ്രിൻസിപ്പിൾ എന്താ, മെത്തേഡ് എന്താണെന്ന് പഠിച്ചാൽ മതി. The principle behind this method is that when manganese sulfate is added to water contain alkaline potassium iodine, manganese dihydroxide is formed. Okay, അതായത് മാഗ്നീസ് സൾഫേറ്റ് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൽ എന്താ ഉണ്ടാവുക, ആൽക്കലൈൻ പൊട്ടാസ്യം അയഡിൻ ഉണ്ടാവും. അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മാഗ്നീസ് ഡൈഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. Manganese dioxide undergoes oxidation to form basic manganic oxide by dissolving oxygen present in the water. ഈ വാട്ടറിലുള്ള ഓക്സിജൻ ഡിസോൾവ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് അതെന്താവും, ബേസിക് മാഗ്നിക് ഓക്സൈഡ് ഫോം ചെയ്യും. On adding sulfuric acid, it liberates iodine which is equivalent to dissolved oxygen present in the water. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അയഡിൻ എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും. ദ അയഡിൻ ദസ് ലിബറേറ്റഡ് ഈസ് ടൈട്രേറ്റ് അഗെയിൻസ്റ്റ് സോഡിയം തയോസൾഫേറ്റ് യൂസിങ് സ്റ്റാർച്ച് ആസ് ദ ഇൻഡിക്കേറ്റർ. യൂണിറ്റ് ഈസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് ppm. ഇറ്റ് ഈസ് ഓൾസോ ഡിറ്റർമൈൻഡ് ബൈ ഡിസോൾവ്ഡ് ഓക്സിജൻ മീറ്റർ. അതായത് നമ്മൾ അയഡിൻ്റെ പ്രസൻസ് അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അതിൽ ഓക്സിജൻ്റെ എത്രത്തോളം അയഡിൻ ലിബറേറ്റ് ചെയ്തോ അത്ര തന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ ആ വെള്ളത്തിൽ പ്രസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റാർച്ച് യൂസ് ചെയ്യുമ്പോൾ അയഡിൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം അയഡിൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ എന്തുണ്ടാവും, ഓക്സിജനും അതിൽ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ എത്ര ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും വിംഗ്ലേഴ്സ് ടൈട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, define reverse osmosis. Explain the method for desalination of water using reverse osmosis. Give its advantages. ഓക്കെ, ഇത് ഒരു 8 മാർക്സിന് കണ്ട ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് റിവേഴ്സ് ഓസ്മോസിസ് ചോദിച്ചിട്ടുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. വെൻ ടു സൊല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, solvent flows from the region of lower concentration to higher concentration. അതായത് നമ്മൾ രണ്ട് സൊല്യൂഷൻസ് എടുത്തെന്ന് വിചാരിച്ചു, അതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർ എവിടെ നിന്ന് ഫ്ലോ ചെയ്യും, ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ ഫ്ലോ ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് എന്ത്, ഓസ്മോസിസ്. ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡ്രൈവിംഗ് ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഓസ്മോസിസ് ഇസ് കോൾഡ് ഓസ്മോറ്റിക് പ്രഷർ. If a hydrostatic pressure in excess of osmotic pressure is applied on the higher concentration side, the solvent flow is reversed. That is, the solvent flows from higher concentration to lower concentration. This is called reverse osmosis. ഇനി നമ്മുടെ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അതായത് നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ആ പ്രഷർ ഓസ്മോറ്റിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും, ഇത് നേരെ തിരിച്ച് സംഭവിക്കും. അതായത് ഹയർ കോൺസെൻട്രേഷനും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും സോൾവെൻറ്റിന്. അതാണ് എന്ത്, റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, ഇനി മെത്തേഡ് ഫോർ ദ ഡീസാലിനേഷൻ ഓഫ് വാട്ടർ യൂസിങ് റിവേഴ്സ് ഓസ്മോസിസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് when a semi permeable membrane separates two solution of different concentration, the flow of solvent takes from less concentration to region of more concentration due to osmosis method.
The semi-permeable membrane used as a cellulose acetate, cellulose biarate, etc. If more pressure which is higher than osmotic pressure is applied, then reverse osmosis takes place. നമ്മൾ already പറഞ്ഞു osmosis and the reverse osmosis, and അതിനെ പറഞ്ഞിരിക്കണം. That is the flow of solvent from higher to lower concentration. Using this principle, drinking water is obtained from sea water or saline water. In this method, a pressure in the range of 15 to 40 kg per centimeter square is applied on the water. The water molecules pass through the membrane in the effluent stream, which can be removed. അതായത് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഉപ്പ് വെള്ളത്തിൽ നിന്ന് പ്യുവർ വാട്ടർ ഫോം ചെയ്യണം. അതായത് ഉപ്പിനെ അവിടെ നിർത്തിക്കൊണ്ട് വെള്ളത്തിന് മാത്രം നമ്മൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു വിടും, ലോ കോൺസെൻട്രേഷനിലേക്ക് വിടുന്നതാണ്. അപ്പോൾ അത് ഹൈ കോൺസെൻട്രേഷൻ ഉപ്പുള്ള അടുത്ത് നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ മൂവ്മെൻറ്റ് ഉണ്ടാകും. അത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ മെത്തേഡ്. അതായത് RO വാട്ടർ ഇല്ലേ, അതന്നെ റിവേഴ്സ് ഓസ്മോസിസ് വാട്ടറാണത്. അതായത് പ്രഷർ നമ്മുടെ ഓസ്മാറ്റിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സീ വാട്ടർ എടുത്തു. ഈ ഗ്രീൻ കാണിക്കുന്നത് സീ വാട്ടറാണ്. ഇവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനോട് നമ്മൾ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ ലോ കോൺസെൻട്രേഷനാണ്, അതായത് ഉപ്പിൻ്റെ അംശം ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് നടന്നിട്ട് എന്ത് പറ്റും, ഈ ഉപ്പ് വെള്ളത്തിൽ നിന്ന് നല്ല വെള്ളം ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് പ്യുവർ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. തിരിച്ച് അങ്ങോട്ടാണ് നടക്കുന്നെങ്കിൽ അത് ഓസ്മോസിസ് ആണെന്ന് കാണിക്കാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈലി ഇഫക്റ്റീവ് അറ്റ് റിമൂവിങ് കണ്ടാമിനൻസ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഉപ്പ് കളഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളയാനുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനർജി എഫിഷ്യൻ്റ് ആണ് ഇത്. ഓക്കെ, ആൻഡ് പ്രൊവൈഡ് ക്ലീൻ വാട്ടർ ആൻഡ് ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇത്രയാണ് എന്ത് നമ്മുടെ ഈ ഡീസാലിനേഷൻ റിവേഴ്സ് ഓസ്മോസിസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി ഇത് ഒരു ടെമ്പററി ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കുറേ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു 8 മാർക്സിനൊക്കെ ചാൻസ് ഉണ്ട്, കാരണം അത്രയും സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Question: A standard hard water contains 15 gram of calcium oxalate per liter. 20 ml of this solution required 25 ml of EDTA solution. 100 ml of sample water required 18 ml of EDTA solution. 100 ml of sample water after boiling required 12 ml of EDTA solution. Calculate ടെമ്പററി ഹാർഡ്നെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. അപ്പോൾ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. അതായത് 15 gram ആണ് നമ്മളിവിടെ കാൽഷ്യം ഓക്സൈഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ബൈ ഈക്വലൻറ്റ് വെയ്റ്റ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് ഇവിടെ ഉണ്ട് 50 ആണെന്ന് നമുക്കറിയാം, ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. ഓക്കെ, അതായത് പെർ ലിറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് 1 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോർമാലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ 0.3 നോർമാലിറ്റി എന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് EDT ആണ്. അതിന് വേണ്ട നമുക്ക് 20 ml ഓഫ് സൊല്യൂഷൻ റിക്വയർഡ് 25 ml ഓഫ് EDT എന്നുള്ള ഈ ഒരു എത്രയും മതി. ഓക്കെ, അതെന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് EDT ചെയ്യുന്നത്. അപ്പം number of equivalent of hard water equal to number of equivalent of EDT. അതിൽ നമുക്ക് വാട്ടർ എത്രയാണ് 20 ml ആണ് ഹാർഡ് വാട്ടർ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നോർമാലിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, 0.3 ഈക്വൽ ടു 25 ml ഓഫ് EDT ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നോർമാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡൈസേഷനിൽ നോർമാലിറ്റി ഓഫ് EDT കിട്ടും 0.24 നോർമാലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ അതിങ്ങനെ മനസ്സിലാക്കി വരണം. ഇനി അടുത്തത് വേണ്ടത് 100 ml ഓഫ് സാമ്പിൾ വാട്ടർ റിക്വയർഡ് 18 ml ഓഫ് EDT. ഓക്കെ, അതാണ് അടുത്തത് വേണ്ടത്. അതായത് നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റെപ്പ്. അതായത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഹാർഡ് വാട്ടർ എത്രയാണ് 100 ml ആണ്.
എത്രയാണ് EDTA വേണ്ടി വന്നത്? 18 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ഹാർഡ് വാട്ടറിൻ്റെ ടോട്ടൽ ഹാർഡ്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഹാർഡ് വാട്ടറിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കണം. EDTയുടെ നോർമാലിറ്റി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു, 0.24 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഹാർഡ് വാട്ടറിൻ്റെ നോർമാലിറ്റി കിട്ടും. ഓക്കെ, 0.0432 നോർമാലിറ്റി കിട്ടി. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു ഈ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഹാർഡ് വാട്ടറിൻ്റെ നോർമാലിറ്റി ഇൻറ്റു 50 × 10⁻³ mg/L അല്ലെങ്കിൽ ppm. ഓക്കെ, അതപ്പോൾ ഈ N3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2160 mg/L നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ട എസ്റ്റിമേഷൻ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അതിനെന്താ വേണ്ടത്? നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓക്കെ, ബോയിൽ ചെയ്താൽ മതി. ഓക്കെ, സോ അത് നമുക്കറിയാം ആ ഒരു മെത്തേഡിൽ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് 100 ml ഓഫ് ഹാർഡ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് എത്ര വേണം? 12 ml ഓഫ് EDTA മതിയെന്ന് ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ബോയിൽ ചെയ്ത് ആ വാട്ടറിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാം. അതിൻ്റെ ഹാർഡ്നെസ്സിന് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ നോർമാലിറ്റി അറിയണം. അതും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിന് പെർമനൻറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന നോർമാലിറ്റി ഇൻറ്റു വീണ്ടും അതേ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1440 mg/L അല്ലെങ്കിൽ ppm എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ്സും കിട്ടി, പെർമനൻറ്റ് ഹാർഡ്നെസ്സും കിട്ടി. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ടെമ്പററി ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടെമ്പററി ഹാർഡ്നെസ് ഈക്വൽ ടു ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എത്ര? 2160 എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് മൈനസ് ടെമ്പററി ഹാർഡ്നെസ് എത്രയാണ്? പെർമനൻറ്റ് ഹാർഡ്നെസ് എത്രയാണ് കിട്ടിയെന്നുണ്ട്? 1440. അത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 720 mg/L എന്ന് കിട്ടും. അതായത് 720 ppm. ഓക്കെ, അതാണ് നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്നും തന്നെ നമുക്ക് ഓരോ EDTA ടൈട്രേഷൻ അല്ലെങ്കിൽ EDTയുടെ ഈ പ്രോബ്ലം ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ വേർഡ്സ് വായിച്ച് നമുക്ക് ഓരോ സ്റ്റെപ്സ് ഒന്ന് കിട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. കാരണം ഫസ്റ്റ് നമ്മളെടുത്ത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിന് എത്രയാണ് കാൽഷ്യം ഓക്സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള എത്ര ഗ്രാമാന്ന് തന്നിട്ടുണ്ടാവും, എത്ര ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഹാർഡ്നെസ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഹാർഡ് വാട്ടർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ EDTയുടെ സ്റ്റാൻഡേർഡൈസേഷനാണ്. അപ്പോൾ അതിനകത്ത് എത്ര നമ്മുടെ ഹാർഡ് വാട്ടർ എത്ര ml എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിന് എത്ര EDTA വേണമെന്നും പറഞ്ഞിട്ടുണ്ടാവും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നോർമാലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഹാർഡ് വാട്ടറിൻ്റെ EDTയുടെ നോർമാലിറ്റി കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നമ്മുടെ ഈ ഒരു ഹാർഡ് വാട്ടറും ഇതും കൂടെ എടുക്കുന്നതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോന്നും, അതായത് ഇത്ര 100 ml ഓഫ് ഹാർഡ് വാട്ടറിന് 18 ml ഓഫ് EDTA വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത്ര സാമ്പിൾ എടുത്തു 100. ഇനി സാമ്പിളിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഹാർഡ്നെസ് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ആ തേർഡ് സ്റ്റെപ്പിൽ നിർത്താം, പിന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ സാമ്പിൾ എത്രയാണ് എടുത്തിരിക്കുന്നതെന്നും അതിന് എത്ര EDTA വേണം എന്നുള്ളതും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ തേർഡ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. അതായത് നോർമാലിറ്റി ഓഫ് ആ പുതിയ സാമ്പിളിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത് പുതിയ ഹാർഡ് വാട്ടറിൻ്റെ എത്രയാണ് നോർമാലിറ്റി എന്ന് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ N3 ആ നോർമാലിറ്റി വാല്യൂ ഇൻറ്റു 50 × 10⁻³ എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? അതിനകത്ത് തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്ര EDTA മതി. 100 ml ഓഫ് സാമ്പിൾ എടുത്ത് ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ 12 EDTA ആണ് വേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിലും ആദ്യം ആ വാട്ടറിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ ഈ പുതിയ നോർമാലിറ്റിയുടെ കൂടെ 50 × 10⁻³ എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. ഇനി ലാസ്റ്റ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടെമ്പററി ഹാർഡ്നെസ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ്സും കിട്ടി,
പിന്നെ എന്ത് കിട്ടി, പെർമനൻറ്റ് ഹാർഡ്നെസ്സും കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടെമ്പററി ഹാർഡ്നെസ് കിട്ടും. ഓക്കെ, അത് എത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് എത്ര 720 ppm എന്നുള്ളത് കിട്ടി. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് 5th മൊഡ്യൂൾ വരെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, എല്ലാ റിപ്പീറ്റഡായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഓരോ വീഡിയോസിൽ 3 പാർട്ടായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.